കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് രണ്ട് ടൈപ്പ് മീനിങ് ഉണ്ട് അല്ലെ. ഒന്ന് ഒരു ഫിസിക്കൽ മീനിങ് ഉണ്ട്, അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. ജോമെട്രിക്കൽ മീനിങ് ഉണ്ട്, അത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. ഇനി അതിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്ട്, അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. An edge of a variable cube is increasing at the rate of 3 centimeter per second. How fast is the volume of the cube increases when the edge is 10 centimeter? അല്ലെ, റേറ്റ് അറ്റ് വിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് എന്നൊക്കെ കാണുന്നുണ്ട് ക്വസ്റ്റ്യനില്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് സോൾവ് ചെയ്യാം. An edge of a variable cube. അപ്പൊ ക്യൂബിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് കൃത്യമായ ധാരണ നിങ്ങൾക്ക് വേണം. ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് അല്ലെ എഡ്ജ്. അപ്പൊ എഡ്ജ് ലെങ്ത്, എഡ്ജിനെ കുറിച്ച് പറയുന്നത് ഒരു ക്യൂബ് അല്ലെ, എല്ലാ എഡ്ജും ഈക്വൽ ആണ് അല്ലെ. എഡ്ജ് ലെങ്ത് നമുക്ക് എങ്ങനെ എടുക്കാം? എഡ്ജ് ലെങ്ത് എ എന്ന് വിളിക്കാം, സ്മോൾ എ അല്ലെ. ആ എയിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഈ തന്നിരിക്കുന്നത് അല്ലെ. എയിലുള്ള സമയത്തിനനുസരിച്ച് ആ ലെങ്ത്, ക്യൂബിന്റെ ലെങ്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന, ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പൊ എയിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. ഡി എ ബൈ ഡി ടി. എങ്ങനെ ഡി ടി എന്ന് മനസ്സിലാക്കിയത്? ഇവിടെ യൂണിറ്റ് നോക്കി പെർ സെക്കൻഡ് ആണ് അല്ലെ. സമയത്തിനനുസരിച്ച്, ടൈമിനനുസരിച്ച് എന്താ പറയുക, ലെങ്ത്തിലുള്ള ചേഞ്ച്, ഇൻക്രീസ്, അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡി എ ബൈ ഡി ടി ഈക്വൽ ടു 3 centimeter per second. അപ്പൊ നമുക്ക് മനസ്സിലായി ടൈമാണ് ഇവിടുത്തെ ബേസ് ക്വാണ്ടിറ്റി അല്ലെ. ടൈമാണ് ഇവിടുത്തെ ബേസ് ക്വാണ്ടിറ്റി. ഏതും നമ്മൾ ഇനി അങ്ങോട്ട് പറയുന്ന എല്ലാം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് പറയേണ്ടത്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഇനി ക്വസ്റ്റ്യൻ, ഹൗ ഫാസ്റ്റ് ഈസ് ദി വോളിയം ഓഫ് ദി ക്യൂബ്? അപ്പൊ ക്വസ്റ്റ്യൻ ഡി വി ബൈ നമുക്കറിയാം ഡി ടി ആണ് വേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ. അപ്പൊ ടൈമിനനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യുന്ന റേറ്റ്, അങ്ങനെ ചേഞ്ച് ചെയ്ത് എഡ്ജ് ലെങ്ത് എത്രയാവുന്ന 10 ആവുന്ന ഇൻസ്റ്റന്റിൽ, 10 സെന്റിമീറ്റർ ആവുന്ന ഇൻസ്റ്റന്റിലുള്ള, ആ ഇൻസ്റ്റന്റിലുള്ള വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കാണേണ്ടത്. ഒന്നുകൂടെ, എഡ്ജ് ലെങ്ത് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ ഇൻക്രീസ് ചെയ്യുന്നു എങ്കിൽ വോളിയത്തിലുള്ള ഇൻക്രീസ് എത്ര? എപ്പോ? എഡ്ജ് ലെങ്ത് 10 ആവുന്ന കേസിൽ. റെഡി അല്ലേ? നമുക്ക് കാണാൻ മതി. നമുക്ക് ഈ വോളിയത്തിന്റെ ഇക്വേഷൻ കിട്ടണ്ടേ, വോളിയത്തിന്റെ ഫംഗ്ഷൻ കിട്ടണ്ടേ അല്ലെ, റിലേഷൻ കിട്ടണ്ടേ? ഓക്കെ, വോളിയം ഏതാ? വോളിയം ഓഫ് ദി ക്യൂബ്, വോളിയം ഓഫ് ദി ക്യൂബ് എ ക്യൂബ്, വോളിയം ഓഫ് ദി ക്യൂബ് എ ക്യൂബ്. സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബ് 6a² ആണ് അല്ലെ, 6x². വോളിയം ഓഫ് ദി ക്യൂബ് എ ക്യൂബ്. അപ്പൊ വേണ്ട ഇക്വേഷൻസ് ഒക്കെ, വേണ്ട ഫോർമുല ഒക്കെ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഫോർമുലാസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് എഴുതി വെക്കണം. ഓക്കെ, വോളിയം ഈക്വൽ ടു എ ക്യൂബ്. അപ്പൊ നമുക്ക് ഡി വി ബൈ ഡി ടി ആണ് വേണ്ടത്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് വോളിയം വി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി എന്ന് പറഞ്ഞാൽ എ ക്യൂബ് ആണ്, എ ക്യൂബ്. അപ്പൊ എ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3a² അല്ലെ. എ ക്യൂബിന്റെ 3a². തീർന്നില്ല, ഡി എൻ്റെത് ഡി എ ബൈ ഡി ടി. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷനിൽ വരുന്നത് എയും ബി ഒക്കെ വന്നാൽ അത് കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ഇവിടെ എ കോൺസ്റ്റന്റ് അല്ലേ എന്ന് വിചാരിക്കരുത്. ഇവിടെ നമ്മൾ എഡ്ജ് ലെങ്ത് അത് എഡ്ജ് ലെങ്ത് ഒരു വേരിയബിൾ ആയിട്ട് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് പ്രത്യേകം. ഇനി അങ്ങനെ സംശയമുള്ള ആൾക്കാർക്ക് എ എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കണ്ട, വേറെ ഏതെങ്കിലും ലെറ്റർ കൊടുക്കുക, എക്സ്. അപ്പം എക്സ്, ഇവിടെ എക്സ് വരും. അപ്പം എക്സ് ഈക്വൽ ടു x³ എന്ന് വരും വോളിയം. ഇടില്ല. അപ്പം നിങ്ങൾക്ക് x³ വോളിയം ഈക്വൽ ടു a³ നിങ്ങൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എ എന്ന് പറയുന്ന വേരിയബിൾ തന്നെ എടുത്തത്. റെഡിയല്ല? അപ്പം ഇവിടെ എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല. സാധാരണഗതിയിൽ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് എഴുതി റെപ്രസെന്റ് ചെയ്ത് തന്നാൽ എയും ബിയും ഒക്കെ കോൺസ്റ്റന്റ് ആണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ കോൺസ്റ്റന്റ് അല്ല. കാരണം എന്താണ്? ഇവിടെ എന്താണ്? എഡ്ജ് ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയത്തിലുള്ള ചേഞ്ച്, എ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എ 10 ആവുന്ന ഇൻസ്റ്റന്റിൽ വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചത്. അപ്പോൾ എ വേരിയബിൾ ആണ് ഇവിടെ. റെഡിയല്ലേ? ആ കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ഓർമ്മയിൽ വേണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 3a² ഇൻറ്റു വാട്ട് ഈസ് ഡി എ ബൈ ഡി ടി? അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 9a² ഡി വി ബൈ ഡി ടി 9a². റെഡിയല്ലേ? അപ്പൊ ഏത് എഡ്ജ് ലെങ്ത്തിലുള്ള
ഏത് എഡ്ജ് ലെങ്ത്തിലുള്ള വോളിയത്തിലെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കിട്ടിയത്. റെഡി, ഇനി ഒരു പർട്ടിക്കുലർ എഡ്ജ് ലെങ്ത്തിൽ ഏതാണ് 10 സെന്റിമീറ്റർ ആവുന്ന കേസിലുള്ള വോളിയത്തിലെ റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ ഈ എക്ക് പകരം 10 സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ dv/dt at a equal to 10 centimeter, that is equal to 9 into 10 square, that is equal to 900. വോളിയത്തിൻ്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ് പരിപാടി. അപ്പോൾ സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ ഫിസിക്കൽ കാര്യങ്ങളാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് എഴുതുന്നത്. അപ്പോൾ യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കുറയ്ക്കും. 900 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദി വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്യൂബിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താ ചോദിച്ചത്? ഹൗ ഫാസ്റ്റ് ഈസ് ദി സർഫസ് ഏരിയ? How fast is the surface area increasing when the length of an edge is 12 centimeter? ഓക്കെ, എന്താ മക്കളെ തന്നിരിക്കുന്നത്? ക്യൂബിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ക്യൂബിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. റെഡി അല്ലേ? എന്താ തന്നിരിക്കുന്നത് നമുക്ക്? dv/dt ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? വോളിയം ഓഫ് ദി ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇൻക്രീസിംഗ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. ഡിഗ്രീസിംഗ് എന്ന് പറയുകയാണെങ്കിൽ മാത്രം മൈനസ് ഇട്ടാൽ മതി. റെഡി അല്ലേ? ഇൻക്രീസിംഗ് എന്ന് പറയുമ്പോൾ പ്ലസ് തന്നെ, അതായത് സൈന് ഒന്നിട്ടില്ലെങ്കിൽ പ്ലസ് അല്ലേ? ഹൗ ഫാസ്റ്റ് ഈസ് ദി സർഫസ് ഏരിയ? അപ്പൊ സർഫസ് ഏരിയയിലുള്ളതാണ്. സർഫസ് ഏരിയ അല്ലെ? DS എന്ന് വിളിക്കണമെങ്കിൽ DS എന്ന് വിളിക്കാം. സർഫസ് ഏരിയ അല്ലെങ്കിൽ ക്യാപിറ്റൽ A എന്തും വിളിക്കാം. DA സർഫസ് ഏരിയ, DS ആയിക്കോട്ടെ, അതാ കുറച്ചുകൂടി നല്ലത് അല്ലേ? സർഫസ് ഏരിയ DS ഡിവൈഡഡ് ബൈ dt. ഈ വേരിയബിൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡിഫൈൻ ചെയ്യട്ടോ. സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കാം. S സർഫസ് ഏരിയ ആണ്, V വോളിയാണ്, T ടൈം ആണ് എന്നൊക്കെ എക്സാമിന് എഴുതാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഞാൻ ഇങ്ങനെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ നോർമലി നമ്മൾ എടുക്കുന്ന വേരിയബിളൊക്കെ അതേപോലെ എടുത്തിട്ട് അങ്ങ് പോണത്. ds/dt വെൻ എന്താ ടി വരാനുള്ള കാരണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം ഇവിടെ തന്നിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് അല്ലെ? ds/dt സർഫസ് ഏരിയയിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് വെൻ എഡ്ജ് ലെങ്ത് ഈസ് 12 സെന്റിമീറ്റർ. A ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് സർഫസ് ഏരിയന്റെ ഇക്വേഷൻ കിട്ടണ്ടേ? എന്താ മക്കളെ സർഫസ് ഏരിയന്റെ ഇക്വേഷന്? ഒരു ക്യൂബിന് 6 ഫേസസ് അല്ലേ ഉള്ളത്? 6 ഫേസ് അല്ലേ ഉള്ളത് അല്ലേ? ഓരോ ഫേസും ഒരു സ്ക്വയർ ആണ്. ഒരു സ്ക്വയറിന്റെ ഏരിയ A² അല്ലേ? അപ്പൊ അങ്ങനെ 6 ആവുമ്പോൾ 6A². സർഫസ് ഏരിയ ഓഫ് ക്യൂബ് 6A². ds/dt വേണം നമുക്ക്. ds/dt ഈക്വൽ ടു 6 ഒരു കോൺസ്റ്റന്റ്, A² ഡെറിവേറ്റീവ് 2A തീർന്നില്ല, da/dt 6 കോൺസ്റ്റന്റ് അവിടെ വെച്ചു. A² 2A, പിന്നെ A da/dt വിത്ത് റെസ്പെക്ട് ടു T ആണ്. റെഡി അല്ലേ? വിത്ത് റെസ്പെക്ട് ടു A ആണെങ്കിൽ da/da 1 ആയിരുന്നു. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു T ആയതുകൊണ്ടാണ് da/dt. റെഡി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ds/dt ഈക്വൽ ടു 12A ഇൻറ്റു da/dt. അപ്പൊ ds/dt കിട്ടണമെങ്കിൽ നമുക്ക് മനസ്സിലായി da/dt കിട്ടണം. അതിന് da/dt തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പോലെ നേരിട്ട് തന്നിട്ടില്ല. അതിന് പകരം തന്നത് എന്താണ്? dv/dt ആണ് തന്നത്. ആ dv/dt യിൽ നിന്നും നമ്മൾ എന്ത് കണ്ടെത്തണം? da/dt കണ്ടെത്തണം. അതിന് ഞാൻ dv/dt എടുത്തു. dv/dt എന്ന് പറയുമ്പോൾ വോളിയം എന്താ മക്കളെ? A³ അല്ലേ? അപ്പോ dv/dt എന്ത് വരും? dv/dt എന്താ വരിക? dv/dt ഈക്വൽ ടു 3A² ഇൻറ്റു da/dt. ഇങ്ങനെ വരൂലേണ്ടോ? A³ dv/dt വരുന്നത് കാണാണ്. dv/dt ഈക്വൽ ടു A³ൻ്റെത് 3A² ഇൻറ്റു da/dt. നമുക്ക് dv/dt ആൻസർ അറിയില്ലേ? എന്താ dv/dt ആൻസർ? therefore 8 ഈക്വൽ ടു 8 ആണ് dv/dt. 3A² ഇൻറ്റു
dA/dt. അപ്പോൾ ഇതിന് dA/dt എങ്ങനെ കിട്ടും? therefore dA/dt equal to 8/3a². ഉണ്ടോ? ഇത് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് വിളിച്ചാൽ ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക. റെഡിയല്ലേ? അപ്പൊ എന്താ ചെയ്തത്? ds/dt ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ds/dt കാണാൻ വേണ്ടിയിട്ട് നമ്മൾ s ഈക്വൽ ടു 6a² ഫോർമുല എടുത്തു, ക്യൂബാണ്. അപ്പോൾ ds/dt ഈക്വൽ ടു 6 × a² ഡെറിവേറ്റീവ് 2a ഇൻറ്റു പിന്നെ എൻ്റെത് dA/dt. അപ്പോൾ 12a dA/dt. അപ്പോൾ മനസ്സിലായി, ds/dt കാണണമെങ്കിൽ dA/dt കിട്ടണം. കണ്ടോ? അപ്പൊ dA/dt കിട്ടാൻ വേണ്ടി നമുക്ക് നേരിട്ട് dA/dt എന്നതിന്റെ ആൻസർ വാല്യൂ തന്നിട്ടില്ല. നമുക്ക് തന്നത് എന്താണ്? dV/dt ആണ് തന്നത്. അപ്പൊ ഈ dV/dtയിൽ നിന്നും നമ്മൾ dA/dt കിട്ടണം. അതിന് v എന്ന് പറയുന്ന സംഭവം എടുത്തു. v എന്ന് പറയുന്നത് a³ ആണ്. അപ്പൊ dV/dt ഇതിന് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ dV/dt ഈക്വൽ ടു a³ 3a², പിന്നെ എൻ്റെത് dA/dt. കണ്ടോ? അപ്പൊ എന്ത് കിട്ടി? dV/dtന്റെ ആൻസർ 8 ആണ്. 3a² dA/dt. therefore dA/dt equal to 8/3a². ഇനി ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെ കൊടുക്കുക? ഈ ds/dt കൊടുക്കുക. therefore ds/dt equal to 12a into dA/dt 8/3a². 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 ഓക്കെ, ബാക്കി നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, therefore ds/dt equal to ഒരു എയും എയും കട്ടായി. അപ്പം എന്ത് കിട്ടി? 12 × 8 ഡിവൈഡഡ് ബൈ 3a. കണ്ടോ? ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? a 12 സെന്റിമീറ്റർ ആവുന്നു. ഇപ്പം ഞാനത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, നമുക്ക് അവസാനം ഒന്നും ചെയ്യാണ്ടല്ലോ. അപ്പോൾ അവസാനം ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെട്ടാനൊക്കെ കുറച്ച് പ്രയാസം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം എന്ത് ചെയ്യണ്ട, ഇത് മൾട്ടിപ്ലൈ ചെയ്യണ്ട, അങ്ങനെ നോട്ടെ. അവസാനം എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ എല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം വെട്ടലും മൾട്ടിപ്ലൈയിലൊക്കെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഒന്നും കൂടി കാണാം. ds/dt അല്ല ക്വസ്റ്റ്യൻ. therefore ds/dt when a equal to 12 സെന്റിമീറ്റർ. അപ്പോൾ എക്ക് പകരം 12 കൊടുക്കണം. അപ്പോൾ 12 × 8 ഡിവൈഡഡ് ബൈ 3 × 12. ഇപ്പം ഉണ്ടോ? 12 വെട്ടിപ്പോയി. അപ്പോൾ എന്ത് കിട്ടി? 8/3. യൂണിറ്റ് എഴുതണം. ഏരിയ എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ് പറയുന്ന കാര്യം. cm². പെർ ടൈം എന്ന് പറയുമ്പോൾ സെക്കൻഡ്. അപ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന 12 സെന്റിമീറ്ററിൽ വെച്ചിട്ട് പിന്നെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എത്രയാണ്? 8/3 cm²/s. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കേ. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? എ ബലൂൺ വിച്ച് ഓൾവേസ് റിമൈൻസ് സ്പെറിക്കൽ ഓൺ ഇൻഫ്ലാഷൻ. ഇൻഫ്ലാഷൻ എന്ന് പറഞ്ഞാൽ ബലൂൺ ഊതി വീർപ്പിക്കുക. കാറ്റടിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഗ്യാസ് നിറച്ചിട്ട് ബലൂൺ വീർപ്പിക്കുകയാണ്. വീർപ്പിക്കുന്ന സമയത്ത് എപ്പോഴും ബലൂൺ നിൽക്കുന്ന ഷേപ്പ് ഏതാണ്? സ്പെറിക്കൽ ഷേപ്പിലാണ് ബലൂൺ നിൽക്കുന്നത്. അതായത് സ്പിയറിനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് പറയാനാണ് അങ്ങനെ സെൻസ് വന്നത്. എ ബലൂൺ വിച്ച് ഓൾവേസ് റിമൈൻസ് സ്പെറിക്കൽ ഓൺ ഇൻഫ്ലാഷൻ is being inflated by pumping 900 cm³ of gas per second. Find the rate at which the radius of the balloon increasing when the radius is 15 cm. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുകയാണ്. അതിലേക്ക് എത്ര ഒരു സെക്കൻഡിൽ 900 cm³ ഗ്യാസ് അതിലേക്ക് പമ്പ് ചെയ്തിട്ടാണ് ആ ബലൂൺ വീർപ്പിക്കുന്നത്. വീർപ്പിക്കുന്ന സമയത്ത് എപ്പോഴും എങ്ങനെ നിൽക്കുന്നു? ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പരിഗണിക്കേണ്ടത് എന്താണ്? സ്പിയറിനെയാണ് പരിഗണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് സെന്റൻസ് വന്നത്.
ഇനി ഇൻഫ്ലാറ്റഡ് ബൈ പമ്പിങ് 900 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് ഗ്യാസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഊതി വീർപ്പിക്കുന്ന സമയത്ത് ഇത്രയും 900 സെന്റിമീറ്റർ ക്യൂബ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിലേക്ക് എന്താ കൊടുക്കുന്നത്? വോളിയല്ലേ? ഇത് സെന്റിമീറ്റർ ക്യൂബ് പറഞ്ഞാൽ വോളിയല്ലേ? അപ്പൊ ഗ്യാസിന്റെ വോളിയം, അതിലേക്ക് പമ്പ് ചെയ്യുന്ന ഗ്യാസിന്റെ വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് തന്നത്. ഒരു സെക്കൻഡിൽ 900 സെന്റിമീറ്റർ ക്യൂബ് ഗ്യാസ് കൊടുക്കുന്നു. അത് വന്നു പറഞ്ഞാൽ എന്താണ്? വോളിയത്തിലുള്ള ആ ബലൂണിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്യാസിന്റെ വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ സ്പിയറിന്റെ വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് തന്നത് dV/dt. വാട്ട് ഈസ് dV/dt? 900 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി അടുത്ത സെന്റൻസ് വായിച്ചു നോക്കാം. ഫൈൻഡ് ദി റേറ്റ് അറ്റ് വിച്ച് ദി റേഡിയസ് ഓഫ് ദി ബലൂൺ ഇൻക്രീസസ്. അപ്പൊ dr/dt ഇതാണ് കാണേണ്ടത്. dr/dt when at r equal to അല്ലെ increases when the radius is 15 centimeter, r equal to 15 centimeter. This is our question. കണ്ടോ? dV/dt തന്നു, വോളിയം തന്നു, വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് തന്നു. നമ്മളോട് ചോദിച്ചത് റേഡിയസിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പൊ നമുക്ക് വോളിയം ഇതെടുത്തിട്ടല്ലേ ഇത് കാണാൻ കഴിയുള്ളൂ. ഇതല്ലേ നോൺ ക്വാണ്ടിറ്റി. അപ്പൊ ഈ നോൺ ക്വാണ്ടിറ്റി അറിയുന്ന ഈ ക്വാണ്ടിറ്റി ഉപയോഗിച്ചല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വോളിയം എടുത്തു. വി വോളിയമാണ് അല്ലെ. ഇനി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ എഴുതാം. ലെറ്റ് വി ബി ദി വോളിയം ഓഫ് ദി സ്പിയർ ആൻഡ് ആർ ബി ദി റേഡിയസ് എന്നൊക്കെ എഴുതണമെങ്കിൽ എഴുതാം. അങ്ങനെയൊക്കെ എഴുതാൻ വളരെ നല്ലതാണ്. വോളിയം വി ഈക്വൽ വാട്ട് ഈസ് ദി വോളിയം ഓഫ് സ്പിയർ? 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ്. അപ്പൊ dV/dt ആണ് നമുക്ക് അറിയുന്നത്. അപ്പൊ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡിഫറൻഷിയേറ്റ് അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. വിത്ത് റെസ്പെക്ട് ടു ടി ഇപ്പൊ എന്തെങ്കിലും d/dt of v equal to d/dt of 4/3 pi r cube. കണ്ടോ? വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കാരണം dV/dt ആണ് നമുക്ക് അറിയുന്നത്, dr/dt ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അവിടെ ബേസ് ക്വാണ്ടിറ്റി ടി ആണ്. അപ്പൊ dV/dt ഈക്വൽ ടു 4/3 പൈ അവിടെ വെച്ചു, കോൺസ്റ്റന്റ് ആണ്. ഇനി ആർ ക്യൂബിൻ്റെത് 3r². തീർന്നില്ല. ആറിൻ്റെത് dr/dt. അപ്പൊ ഈ 3 വെട്ടിപ്പോയി. റെഡി അല്ലേ? അപ്പൊ എന്ത് കിട്ടി? dV/dt ഈക്വൽ ടു 4πr² dr/dt. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പൊ നോക്കൂ, dV/dtയും dr/dtയും തമ്മിലുള്ള കണക്ഷൻ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ dV/dt തന്നു, എന്നിട്ട് dr/dt ചോദിക്കുകയാണ്. അപ്പൊ dV/dtന്റെ സ്ഥാനത്ത് ഈ 900 എന്ന് പറയുന്ന ആൻസർ കൊടുത്തു. Therefore 900 equal to 4πr² dr/dt. Therefore dr/dt equal to 900 divided by 4πr². റെഡി അല്ലേ? അപ്പൊ dr/dt അല്ലേ ക്വസ്റ്റ്യൻ. dr/dt ആറിന് 15 കൊടുക്കണം. Therefore dr/dt at r equal to 15 centimeter equal to 900 divided by 4π into 15². അപ്പൊ എന്ത് വരുന്നു? 900 by 4 into 225 ആണ്. 4 into 225 എന്ന് പറഞ്ഞാൽ 900 ആണ്. 4 into 225 900. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 4 into 15². 4 into 225 900 പൈ. അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോയി. Therefore ആൻസർ 1/π യൂണിറ്റ് സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. A balloon which always remains spherical on inflation
A balloon which always remains spherical has a variable diameter 3/2 into 2x plus 1. അപ്പോൾ ഡയമീറ്റർ ആണ് തന്നത്, വേരിയബിൾ ഡയമീറ്റർ. എക്സിനനുസരിച്ച് ഡയമീറ്റർ ഇങ്ങനെ മാറുന്ന, എക്സ് ഏതൊരു ക്വാണ്ടിറ്റിയാണ്, ആ എക്സിനനുസരിച്ച് ഡയമീറ്റർ ഇങ്ങനെ വേരി ചെയ്യുന്ന ആ റിലേഷൻഷിപ്പാണ് നമുക്ക് തന്നത്. ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നത് നോക്കാം. എന്താണ് നമുക്ക് തന്നത്? ഓക്കെ, എന്താ തന്നത്? ഡയമീറ്റർ ആണ് നമുക്ക് തന്നത്. ഡയമീറ്റർ എത്രയാണ്? 3/2 ഇൻറ്റു 2x പ്ലസ് 1. അപ്പോൾ നമുക്കറിയാം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിയസുമായി ബന്ധപ്പെട്ടൊക്കെയാണല്ലോ ഉണ്ടാവുക അല്ലേ, വോളിയം അല്ലേ, റേഡിയസ്. അപ്പം നമുക്ക് റേഡിയസ് ഒന്ന് കണ്ടേക്കാം. 2r ഈക്വൽ ടു 3/2 ഇൻറ്റു 2x പ്ലസ് 1. ദെർഫോർ റേഡിയസ് r ഈക്വൽ ടു 3/4. ഈ ഇൻറ്റു 2 അടിക്ക് വരുമ്പോൾ 4 ആവും. 2x പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ സ്പിയറിൻ്റെ റേഡിയസ് കിട്ടി. ആദ്യം നിങ്ങൾ എഴുതണം സ്പിയർ ആട്ടോ, സ്പിയർ ആണ് സ്പിയർ. ഇനി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി റേറ്റ് അറ്റ് വിച്ച് വോളിയം dv ബൈ dx. പ്രത്യേകം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് dv ബൈ dx അല്ലേ. ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അറ്റില്ല, dv ബൈ dx തന്നെയാണ് ക്വസ്റ്റ്യൻ. അറ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. എ ബലൂൺ വിച്ച് ഓൾവേസ് റിമൈൻസ് സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ ഡയമീറ്റർ 3/2 ഇൻറ്റു 2x പ്ലസ് 1. ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് dv ബൈ dx ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് v കിട്ടണം. എന്താ വോളിയം ഓഫ് ദി സ്പിയർ? v വോളിയം ഓഫ് ദി സ്പിയർ പറ മക്കളെ. വോളിയം ഓഫ് ദി സ്പിയർ 4/3 pi r ക്യൂബ്. 4/3 pi r ക്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്ക് dv ബൈ dx ആണ് വേണ്ടത്. അപ്പോൾ dv ബൈ dx ഈക്വൽ ടു 4/3 പൈ ഒരു കോൺസ്റ്റന്റ് ആണ്, d ബൈ dx ഓഫ് r ക്യൂബ്. അപ്പം എന്ത് വരും? 4/3 പൈ ഇൻറ്റു 3r സ്ക്വയർ ഇൻറ്റു dr ബൈ dx. അപ്പോൾ dv ബൈ dx ഈക്വലി 3 വെട്ടി പോവും. 4πr സ്ക്വയർ dr ബൈ dx. റെഡി അല്ലേ? അപ്പോൾ ഇനി dr ബൈ dx കിട്ടിയാൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. ഇനി dr ബൈ dx നമുക്ക് ഈ r-നെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പോൾ r-നെ എടുത്തു. ഏതാ r? 3/4 ഇൻറ്റു 2x പ്ലസ് 1. അപ്പോൾ dr ബൈ dx കാണുന്നു. d ബൈ dx ഓഫ് 3/4 ഇൻറ്റു 2x പ്ലസ് 1. 3/4 ഒരു കോൺസ്റ്റന്റ് ആണ്. d ബൈ dx ഓഫ് 2x എന്ന് വരും. d ബൈ ഇതിൻ്റെ വേണം പ്ലസ് d ബൈ dx ഓഫ് 1. ഈ 3/4 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്താൽ പിന്നെ ഒക്കെ ഡെറിവേറ്റീവ് ഒക്കെ എത്രയോ ചെയ്യാൻ പഠിപ്പിച്ചതാണ്. 3/4 ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് 2 പ്ലസ് 0. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 3/2 അതാണ് dr ബൈ dx. ഓക്കെ, ഇതിനെ 1 എന്ന് വിളിച്ചാൽ ഇത് കൊണ്ടുപോയിട്ട് 1-ൽ കൊടുക്കുക. അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ therefore dv by dx equal to 4πr square into 3/2. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2. അപ്പോൾ 2 into 6 πr square dv by dx 6 πr square. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ വോളിയമാണ് അല്ലേ, വോളിയം. അപ്പോൾ നമുക്ക് പ്രത്യേക യൂണിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. 3/2 2x plus 1. A balloon which always remains spherical has a variable diameter 3/2 2x plus 1. Find the rate of change of its volume with respect to x. അപ്പോൾ പ്രത്യേകിച്ച് യൂണിറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ എഴുതിയാലും മതി. റെഡിയല്ലേ? ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, എക്സിൻ്റെ എക്സ് എന്താണ് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അപ്പം അങ്ങനെ എഴുതിയാൽ മതി, കുഴപ്പമില്ല.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. A ladder 5 meter long is leaning against a wall. ഒരു കോണി 5 മീറ്റർ നീളമുള്ള ഒരു ലാഡർ ഒരു ചുമരിൽ ചാരി വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ എന്താണ്? ദി ബോട്ടം ഓഫ് ദി ലാഡർ ഈസ് പുൾഡ് അലോങ് ദി ഗ്രൗണ്ട്. അല്ലെ, അടിഭാഗം എന്ത് ചെയ്യുന്നതുകൊണ്ട് വലിക്കുകയാണ്, അല്ലെ, പുൾ ചെയ്യാണ്. ആൻഡ് ഫ്രം ദി വാൾ, away from the wall at the rate of 2 centimeter per second. How fast is height on the wall decreases when the foot of the ladder is 4 meter away from the wall? നോക്കാം നമുക്ക്. എവിടെ തുടങ്ങാം. അപ്പൊ ആദ്യം റഫ് ഫിഗർ, ചില ക്വസ്റ്റ്യന് നമ്മൾ റഫ് ഫിഗർ വരയ്ക്കേണ്ടി ഉണ്ടെങ്കിൽ റഫ് ഫിഗർ വരയ്ക്കണം. റെഡി അല്ലേ? ഇവിടെ ഒരു റഫ് ഫിഗർ വരയ്ക്കണം. കാരണം ഒരു ലാഡർ ഒരു ചുമരിൽ ചാരി വെച്ചതൊക്കെയാണ്, നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം ഇതിന് ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം ഒരു റഫ് ഫിഗർ വരയ്ക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക റഫ് ഫിഗർ വരയ്ക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ് ഒരു റഫ് ഫിഗർ വരയ്ക്കണം. ഒരു ലാഡർ 5 മീറ്റർ ലോങ്, അല്ലേ, ഈസ് ലീനിങ് എഗെയിൻസ്റ്റ് എ വാള്. അപ്പോൾ ഒരു വാളും ഒരു ഗ്രൗണ്ടും ഒക്കെ വേണം. അല്ലേ, ഇത് വാള്, ഇത് ഗ്രൗണ്ട്, ഇങ്ങനെ കോണി ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. ഓക്കെ, കോണിൻ്റെ നീളം 5 മീറ്റർ ആണ്. 5 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും, അല്ലേ. ഒരു കോണി ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ഉണ്ടാവുക. ഓക്കെ, ഇതിങ്ങനെ കോണി ചാരി വെച്ചതാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം? ഇനി എന്താ ചെയ്യുന്നത്? ഇനി ഇതിൻ്റെ ഈ ബോട്ടം, ഈ കോണിൻ്റെ ഈ ബോട്ടം ഭാഗം ഇങ്ങോട്ട് വലിക്കുകയാണ്. ഇതിങ്ങോട്ട് വലിക്കുകയാണ്. വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിങ്ങോട്ട് ഇറങ്ങൂലേ, അല്ലേ? എന്തായാലും ഈ നീളം ഇത് കോൺസ്റ്റന്റ് അല്ലേ. ഇതിങ്ങനെ വലിക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ ബലൂൺ പോലെ, അത് റബ്ബർ പോലെ ഇങ്ങനെ വലിഞ്ഞു പോവോ? ഇല്ല, വലിഞ്ഞൊന്നും പോവില്ല. റെഡി അല്ലേ? ഇതിന്റെ വലിക്കുമ്പോൾ ഈ അടിഭാഗം വലിക്കുമ്പോൾ ഈ മുകൾ ഭാഗം ഇറങ്ങും. ഈ അടിഭാഗം വലിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഉണ്ടോ? ദി ബോട്ടം ഓഫ് ദി ലാഡർ ഈസ് പുൾഡ് അലോങ് ദി ഗ്രൗണ്ട് അവേ ഫ്രം ദി വാൾ അറ്റ് ദി റേറ്റ് ഓഫ്, ഉണ്ടോ? ആ വലിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് 2 centimeter per second. എങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഫാസ്റ്റ് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി വാൾ ഡിഗ്രീസസ്. ഈ ഹൈറ്റ് ഡിഗ്രീസ് ചെയ്യല്ലേ ചെയ്യുക. അതിങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് കുറയല്ലേ ചെയ്യുക. ഈ ഹൈറ്റ് ഡിഗ്രീസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. റെഡി അല്ലേ? അപ്പൊ നമുക്കറിയാം ഈ ലെങ്ത്തും വേരിയബിൾ ആണ്, അല്ലെ? ഈ ഒരു പ്രോസസ്സിൽ, ഈ ഒരു പ്രൊസീജിയറിൽ എന്താണ്? ഇതിന്റെ വലിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ലെങ്ത് കൂടുകയാണ്, ഇവിടെ കുറയുകയാണ്. അപ്പൊ ഇത് രണ്ടും വേരിയബിൾ ആണ്, അല്ലെ? മാറ്റം സംഭവിക്കുന്ന സംഗതിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ബേസ് ലെങ്ത്തിനെ എക്സ് എന്നും ഈ ഹൈറ്റിനെ വൈ എന്നും വിളിച്ചു. റെഡി അല്ലേ? അപ്പൊ ഈ എക്സിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് തന്നത്. dx/dt ആണ് നമുക്ക് തന്നത്. dx/dt നല്ല ശ്രദ്ധിക്കണേ. dx/dt ആണ് നമുക്ക് തന്നത്. റെഡിയല്ലേ? dx/dt ആയതുകൊണ്ട് തന്നെ dx/dt എന്ന് പറഞ്ഞാൽ എക്സ് കൂടുകയാണ്, ഇൻക്രീസ് ചെയ്യാണ്, അല്ലെ? ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് പോസിറ്റീവ്. ആ dx/dt എത്രയാണ്? 2 centimeter per second നമുക്ക് കണ്ടു. dx/dt, അല്ലെ? ഈ എക്സിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്ന ഈ റേറ്റ് ഓഫ് ചേഞ്ച് 2 centimeter per second എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ ഇവിടെ പോസിറ്റീവ് എടുക്കാനുള്ള കാരണം? ഇത് ഇൻക്രീസ് ചെയ്യാണ്, അല്ലെ? ലെങ്ത് ഇങ്ങനെ കൂടി പോവല്ലേ ചെയ്യുക അങ്ങോട്ട് വലിക്കുമ്പോൾ. ഓക്കെ, ആ ലെങ്ത് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട് 2 centimeter per second. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ വൈയിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച്, ഈ വൈ കുറയുമ്പോൾ ഉള്ള, അല്ലെ, വൈ കുറയുന്ന, അല്ലെ, വൈ ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് dy/dt ആണ് ക്വസ്റ്റ്യൻ. dy/dt വെൻ എപ്പോ ഇതിങ്ങനെ വലിച്ചിട്ട് ഇതിങ്ങനെ വലിച്ച് ഇത് ഈ എക്സ്, അല്ലെ, ഈ ലെങ്ത് 4 മീറ്റർ ആകുമ്പോൾ ഇതിങ്ങനെ വലിച്ച് ഇത് എക്സ് 4 ആവുന്ന ഒരു ഇൻസ്റ്റന്റ് വരില്ലേ? ആ ഇൻസ്റ്റന്റ് ഉള്ള വൈൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പൊ ഈ എക്സ് 4 ആവുന്ന ഇൻസ്റ്റന്റ് ഉള്ള, അതായത് എക്സ് 4 മീറ്റർ ആകുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ച്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റെഡിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് കിട്ടണം? ഈ എക്സും വൈയും തമ്മിലുള്ളൊരു കണക്ഷൻ കിട്ടണം. അതിന് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ മീറ്ററുമാണ് തന്നത്, ഇവിടെ സെന്റിമീറ്ററുമാണ് തന്നത്. രണ്ടും ഒരേ കോലത്തിലേക്ക് മാറ്റണം. റെഡി അല്ലേ? അപ്പൊ നമുക്ക് എളുപ്പം എന്താണ്? ഈ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കലല്ലേ എളുപ്പം. ഞാൻ എന്ത് ചെയ്തു? വേഗം ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതും സെയിം യൂണിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇത് 500 സെന്റിമീറ്റർ എന്നാക്കി. റെഡി അല്ലേ? 500 സെന്റിമീറ്റർ. അപ്പൊ നമുക്കൊന്ന് റിലേഷൻഷിപ്പ് നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം എന്ത് കിട്ടണം? നമുക്ക് എക്സും വൈയും തമ്മിലുള്ള ഒരു കണക്ഷൻ കിട്ടണം. പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നു. പൈതഗോറസ് തിയറം. നമുക്ക് ഗ്രാഫ് എന്ത് കിട്ടണം? ഫംഗ്ഷൻ കിട്ടണ്ടേ? പൈതഗോറസ് തിയറം.
കാരണം എക്സ് എന്ന ക്വാണ്ടിറ്റിയിലുള്ള ചേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്, വൈയിലെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എക്സും വൈയും ഏത് രീതിയിലാണ് ചേഞ്ച് സംഭവിക്കുന്നത് അതിൻ്റെ ഉള്ള ഇക്വേഷൻ കിട്ടണം, അത് തമ്മിലുള്ള ബന്ധം റിലേഷൻഷിപ്പ് കിട്ടണം. അതിന് നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നു. എന്താ പൈതഗോറസ് തിയറം? പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 500 സ്ക്വയർ. അപ്പം നമുക്ക് ആ റിലേഷൻഷിപ്പ് കിട്ടി. ഇടില്ല. ഇനി ഇതിൽ ഡി എക്സ് ബൈ ഡി ടി നമുക്കറിയാം, ഡി വൈ ബൈ ഡി ടി കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ, ഈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനെ നമ്മൾ ഡി ബൈ ഡി ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ അങ്ങനെ വരും ഡി ബൈ ഡി ടി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് 500 സ്ക്വയർ. കണ്ടോ? ഡി ബൈ ഡി ടി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആണ്, പ്ലസ് വൈ സ്ക്വയർ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ആണ്, ഈക്വൽ ടു 500 സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡി എക്സ് ബൈ ഡി ടിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ 2 ആണ്, പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0. ഡി വൈ ബൈ ഡി ടി ഇവിടുന്ന് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 4x പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0. അപ്പോൾ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഈ പ്ലസ് 4x അപ്പുറം പോകുമ്പോൾ മൈനസ് 4x. അപ്പോൾ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് 4x ബൈ 2y. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് 2x ബൈ വൈ. ഓക്കെ, ആൻസർ ആയിട്ടില്ല. ഇപ്പം എന്താ നമുക്ക് ആയിട്ടുള്ളൂ? ഡി വൈ ബൈ ഡി ടി ആയിട്ടുള്ളൂ. ഇനി ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 400 മീറ്റർ. അപ്പോൾ ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 4 മീറ്റർ എന്നല്ല പറയേണ്ടത്, 400 സെൻറ്റിമീറ്റർ എന്നാണ് പറയേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 4 മീറ്റർ എന്ന് പറയുന്ന സാധനം എന്താണ്? ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 4 മീറ്റർ. ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 4 മീറ്റർ കാണാന്ന് പറഞ്ഞാൽ 4 മീറ്റർ അല്ല, 4 അല്ലേ, സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. 400 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മാത്രമല്ല ഈ ഡി വൈ ബൈ ഡി ടിയിൽ എക്സ് മാത്രം കൊടുത്താൽ പോലെ വൈ ഉണ്ട് കൊടുക്കാൻ. അപ്പോൾ വൈ നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം, നോക്ക്, ഇത് 5 ആണ്, ഈ എക്സ് നമ്മളോട് 3 ആണ് പറഞ്ഞത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 4 വൈ എന്തായിരിക്കും? 4 ആയിരിക്കും. അതായത് ഇത് 500, ഇത് 300, മറ്റേത് 400 അല്ലേ? സോറി, തിരിച്ചാണ്. ഇവിടെ 4, അപ്പോൾ ഇവിടെ 3 ആയിരിക്കും. അപ്പോൾ 300, ഇവിടെ 300, ഇവിടെ 500. കണ്ടോ? അപ്പോൾ എന്താ സംഭവം? നമ്മുടെ എക്സ് ഈക്വൽ ടു 4 മീറ്റർ, ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 4 മീറ്റർ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 400 മീറ്റർ, വൈ ഈക്വൽ ടു 300 മീറ്റർ. ഇതാണ് നമുക്ക് കാണേണ്ടത്. റെഡി അല്ലേ? ഓക്കെ, നമുക്കൊന്ന് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ, ഇത്ര എത്തി അല്ലെ? ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 4 മീറ്റർ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 400 സെൻറ്റിമീറ്റർ, വൈ ഈക്വൽ ടു 300 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് 2x ബൈ വൈ ആണ്. ഇതിലാണ് നമ്മൾ എക്സിന് 400ഉം വൈക്ക് 300ഉം കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് എങ്ങനെ വരും? -2 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ 300. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ അത് വെട്ടിപ്പോകുണ്ടല്ലോ എന്ന് കരുതിയിട്ട് 4 3 എടുക്കാൻ പാടില്ല. അപ്പോൾ യൂണിറ്റ് അതിനനുസരിച്ച് മാറും. യൂണിറ്റ് ഇപ്പം ഇവിടെ സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. നമ്മൾ അങ്ങനെ സെൻറ്റിമീറ്റർ ആക്കിയിട്ടില്ലെങ്കിൽ ആ കൺഫ്യൂഷൻ ആവൂലേ? കൺഫ്യൂഷൻ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. റെഡി അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? -8/3. എന്താ ഇത്? ഡി വൈ ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 4 മീറ്റർ.
റെഡി അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇതായത് നമ്മുടെ ക്വസ്റ്റ്യൻ dy/dt at x ഈക്വൽ ടു 4 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കിയിട്ടാണ് കൊടുത്തത് അല്ലേ? സെൻറ്റിമീറ്റർ, അതായത് x ഈക്വൽ ടു 400 സെൻറ്റിമീറ്ററും y ഈക്വൽ ടു 300 സെൻറ്റിമീറ്ററും, ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ -8/3, അപ്പോൾ യൂണിറ്റ് ലെങ്ത് അല്ലേ y, അപ്പോൾ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. റെഡി അല്ലേ? അപ്പോൾ y അല്ലേ ഡിഗ്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ നെഗറ്റീവ് വന്നത്. അപ്പോൾ y, ദി ലെങ്ത് ഓഫ് y, ദി ഹൈറ്റ് ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് ദി ഹൈറ്റ് ഈസ് ഡിക്രീസിങ് അറ്റ് ദി റേറ്റ് ഓഫ് -8/3 എന്ന് പറയണ്ട, മൈനസ് ഇവിടെ ഡിക്രീസിങ് എന്ന് പറഞ്ഞു, 8/3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ദി ആൻസർ. ദി ഹൈറ്റ് ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 8/3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. റെഡി അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു കോണി ചാരി വെക്കുകയാണ് അല്ലേ? കോണി ചാരി വെക്കുന്ന സമയത്ത് കോണിൻ്റെ നീളം എത്രയാണ്? 500 സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്റർ ആക്കാനുള്ള കാരണം ഇവിടെ സെൻറ്റിമീറ്ററാണ് തന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം ആദ്യം കണ്ടു, പൈതഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട്. ഇനി dx/dt തന്നിട്ടുണ്ട്, dy/dt ആണ് കാണേണ്ടത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം എങ്ങനെ കിട്ടി? dy/dt ഈക്വൽ ടു -2x/y. അപ്പോൾ dy/dtയിൽ എക്സിനും വൈക്കും വാല്യൂ കൊടുക്കാണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചത് dy/dt at x ഈക്വൽ ടു 4 ആണ്. അപ്പോൾ x ഈക്വൽ ടു 4ഉം ഈ കോണിൻ്റെ നീളം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ഓൾറെഡി എപ്പോഴും 500 ആയിരിക്കും. റെഡി അല്ലേ? ഇതിങ്ങനെ വലിച്ച് ഇത് 4 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഹൈറ്റ് എത്ര ആയിരിക്കും? 300 ആയിരിക്കും. അപ്പോൾ എക്സ് 400ഉം വൈ 300ഉം ആവുന്ന സമയത്തുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, ഹൈറ്റിലുള്ള ഡിക്രീസിങ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ dy/dt at x ഈക്വൽ ടു 4 മീറ്റർ എന്ന ക്വസ്റ്റ്യൻ മാറിയിട്ട് എന്തായിട്ട് മാറും? dy/dt at x ഈക്വൽ ടു 400 സെൻറ്റിമീറ്റർ, y ഈക്വൽ ടു 300 സെൻറ്റിമീറ്റർ ആവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2x -2x/yയിൽ എക്സിന് 400ഉം വൈക്ക് 300ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നു? -8/3. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മൈനസ് എന്ന് പറഞ്ഞാൽ y ഡിക്രീസ് ചെയ്യാണ്, ഏത് റേറ്റിൽ? 8/3. ദി ഹൈറ്റ് ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 8/3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The radius of an air bubble is increasing at the rate of. The radius of an air bubble is increasing at the rate of. അപ്പോൾ എയർ ബബിൾ എന്ന് പറയുന്നത് ഒരു സ്പിയർ ആയിരിക്കും, സ്പെറിക്കൽ ആകുന്നില്ലായിരിക്കും അല്ലേ? എയർ ബബിൾ സ്പിയർ ആണ്. Is increasing at the rate of 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് എന്ത്? റേഡിയസ്, അതായത് dr/dt. അപ്പോൾ dr/dt ഈക്വൽ ടു 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. 1/2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അറ്റ് വാട്ട് റേറ്റ് ഈസ് ദി വോളിയം ഓഫ് ദി ബബിൾ ഇൻക്രീസസ്. അപ്പോൾ dv/dt വെൻ എത്രയാ? റേഡിയസ് ഈസ് 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ആകുമ്പോഴുള്ള എന്താ ചോദിച്ചത്? 1 സെൻറ്റിമീറ്റർ ആകുമ്പോഴുള്ള വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച്, അതാണ് ക്വസ്റ്റ്യൻ. റെഡി? ഓക്കെ. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ദി സ്പിയർ, വോളിയം v ഈക്വൽ ടു 4/3 πr³. അപ്പോൾ dv/dt ഈക്വൽ ടു 4/3 π ഇൻറ്റു d/dt ഓഫ് r³. അപ്പോൾ എന്ത് വരുന്നു? 4/3 π r³ൻ്റെത് 3r² ഇൻറ്റു dr/dt. അപ്പോൾ 3 വെട്ടി പോകുന്നു. അപ്പോൾ dv/dt ഈക്വൽ ടു 4 πr² ഇൻറ്റു dr/dt. ഓക്കെ, അപ്പോൾ dr/dt 1/2 ആണ്, അപ്പോൾ 1/2 കൊടുക്കുന്നു. therefore dv/dt ഈക്വൽ ടു 4 πr² ഇൻറ്റു dr/dtൻ്റെ ആൻസർ 1 അല്ലേ? dr/dtൻ്റെ ആൻസർ എത്രയാണ്? 1/2. അപ്പോൾ എത്രയും 2 πr². ദാറ്റ് ഈസ് dv/dt.
ഡി ടി. ഇനി ക്വസ്റ്റ്യൻ ഡി വി ബൈ ഡി ടി വെൻ ആർ ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2π ഇൻറ്റു 1 സ്ക്വയർ 2π ഇൻറ്റു 1 ദാറ്റ് ഈസ് 2π വോളിയം സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ 6 ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, 3-4 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, താങ്ക് യു.